വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രെൻഡിങ് സോങ്ങിന്റെ ഹൂക്ക് സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ ആണ്. യെസ് ഗൈസ്, ഡോപ്പാമിൻ സോങ്ങിന്റെ ഹൂക്ക് സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ ആണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രമേ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്ന്. പക്ഷേ അല്ല, ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് ഷോർട്സിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യണം എന്ന്. സോ എന്തായാലും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പം നമ്മുടെ ട്യൂട്ടോറിയലായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ കാണുന്നത് അങ്ങനെ തന്നെ കാണുക. അതായത് ഞാൻ ദാ ഇങ്ങോട്ട് തിരിഞ്ഞേക്കും. ഇതാണ് നിങ്ങളുടെ ലെഫ്റ്റ്, ഇതാണ് നിങ്ങളുടെ റൈറ്റ്. ഓക്കെ, ആൻഡ് മിററിലുള്ള എന്നെ ഫോക്കസ് ചെയ്യുക. ബിക്കോസ് സൈഡ്സ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിറർ നോക്കി ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? തുടങ്ങിയാലോ? യെസ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് സ്റ്റെപ്സിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ബോഡി വെച്ചിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതായത് ജസ്റ്റ് ഡൗൺ ടു അപ്പ്, ദെൻ ഹിറ്റ് വിത്ത് യുവർ ചെസ്റ്റ് ലൈക്ക് 1 2 3. ഓക്കെ, ആൻഡ് അതിൻ്റെ ഹാൻഡ് ലെഫ്റ്റ് സൈഡിൽ, ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ് വന്നിട്ട് റൈറ്റ് ചെസ്റ്റ് സൈഡിൽ. ഓക്കെ, അതായത് 1 2 3 4 5. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഇസ് 1 2. ഓക്കെ, അത് ലെഫ്റ്റ് എടുത്ത് വയ്ക്കുക, റൈറ്റ് എടുത്ത് വയ്ക്കുക. ആൻഡ് എൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ് 1 2. ഓക്കെ, 1 2, 1 ലെഫ്റ്റ്, ദെൻ 2 റൈറ്റ്. Okay, 5 6 7 go 1 2 3 4 5 1 2. Okay, 1 2. Okay, then comes the hook step. Okay, so hook step ചെയ്യുമ്പോൾ നിങ്ങൾ തിരിഞ്ഞ് നിൽക്കേണ്ട നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ്. ഓക്കെ, ടുവേർഡ്സ് യുവർ ലെഫ്റ്റ് സൈഡ് ആൻഡ് യുവർ ഹാൻഡ് your leg movement is like 1 2. Okay, 1 2 1 2, അതായത് in out. ഓക്കെ, യെസ്, ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ലൈക്ക് ഇൻ ഔട്ട്, അതായത് ഫസ്റ്റ് റൈറ്റ് ദെൻ ലെഫ്റ്റ്. ഓക്കെ, പക്ഷേ കൂടുതൽ ആൾക്കാരും റീൽ ചെയ്ത കൺവീനിയൻസ് കണ്ടപ്പോൾ ലൈക്ക് 1 2 3 4 എന്നാണ് 2 പ്രാവശ്യവും റൈറ്റ് ലെഗ് തന്നെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ അത് തന്നെ ചെയ്യുക. ഓക്കെ, അതായത് 1 2 3 4. ഓക്കെ, ഇൻ ഔട്ട്. ഓക്കെ, ഇതാണ് ലെഗ് മൂവ്മെൻറ്റ് വരുന്നത്. 1 2 3 4. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ് വരുന്നത് ടാപ്പിംഗ് ആണ്. ഫസ്റ്റ് നമ്മുടെ ഹിപ്പ് ലെവലിൽ ടാപ്പ്, ദെൻ ചെസ്റ്റ് ലെവൽ ടാപ്പ് 1 2 3 4. ഓക്കെ, ടാപ്പ്. ഗോട്ട് ഇറ്റ്? ഓക്കെ, സോ അത് രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2 3 4 കിട്ടിയോ? 1 2 3 4 വിത്ത് യുവർ റൈറ്റ് leg. Okay, in out 5 6 7 go 1 2 3 4. Okay, yes. ബേബി നീ ബേബി തേരി അക്ക് തേരി ഡോപ്പാമിൻ, അതല്ലേ? യെസ്, ബേബി നീ ബേബി തേരി അക്ക് ദേവേ ഡോപ്പാമിൻ. ഓക്കെ, 5 6 7 go 1 2 3 4. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഇസ് നിങ്ങളുടെ ഹാൻഡ് അപ്പ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് അപ്പ്, റൈറ്റ് ഹാൻഡ് ലൈക്ക് റൈറ്റ് ഹാൻഡ് ഇവിടെ ഷോൾഡറിന് ഇവിടെ 1 2 3 4. ഇതാണ് മൂവ്മെൻറ്റ്. ഓക്കെ, എന്താണ് 1 2 3 4. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ലെഗ് മൂവ്മെൻറ്റ് ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നുള്ളൂ. ദെൻ ലെഫ്റ്റ് ടാപ്പ് ചെയ്യുക, റൈറ്റ് ലെഗ് ടാപ്പ് ചെയ്യുക, ലെഫ്റ്റ് ലെഗ് ടാപ്പ് ചെയ്യുക. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് ഹിപ്പും കൊണ്ട് മൂവ്മെൻറ്റ് ഉണ്ട്. 1 2 3 4. ഓക്കെ, 1 2 3 4. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് നമ്മളൊരു ഹിപ്പ് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വാർമപ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആവും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് 1 2 3 4. ഓക്കെ, 5 6 7 go 1 2 3 4. ഓക്കെ, യെസ്. അപ്പോൾ അത് ഹാൻഡ് നേരെ വയ്ക്കുക, ലെഫ്റ്റ് ഹാൻഡ് മേലെ, റൈറ്റ് ഹാൻഡ് ഷോൾഡറിൽ. 5 6 7 go 1 2 3 4. കിട്ടിയോ? ഷേക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ടാപ്പ് ചെയ്യുക. കിട്ടി? യെസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തത് നോക്കിക്കോ. 5 6 7 go 1 2 3 4 5 6 7 8. ഓക്കെ, ആൻഡ് ഹാൻഡിൻ്റെ മുദ്ര നോക്കിക്കോ, ഒരു ഗൺ ലൈക്ക് സിമ്പിളാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, സോ ആ രണ്ട് മൂവ്മെൻറ്റ്സ് കഴിഞ്ഞു. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 5 6 7 go 1 2 3 4 5 6 7 8. ഓക്കെ, 5 6 7 8. കിട്ടി? ഓക്കെ, നെക്സ്റ്റ് മൂവ്മെൻറ്റ് നമ്മൾ ഈ 5 6 7 8 കഴിഞ്ഞ് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഒന്ന് ജമ്പ് ചെയ്ത് നിൽക്കാം. ഓക്കെ, ജമ്പ് ചെയ്ത് നിന്നതിന് ശേഷം റൈറ്റ് ഹാൻഡ് ഡൗൺ അപ്പ്, ലെഫ്റ്റ് ഹാൻഡ് ഡൗൺ അപ്പ്. ഓക്കെ, അതായത് 1 2 3 4.
ഇതാണ് ഹാൻഡ് മൂവ്മെന്റ്. ഇനി ലെഗ് മൂവ്മെന്റ് നോക്കിക്കോ. 1 2 3 4 1 2 3 4. നമ്മൾ ജമ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുക്കുക. ഇങ്ങനെ ഇരിക്കരുത്, ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുക്കുക. 1 2 2 ചെയ്യുമ്പോൾ റൈറ്റ് ലെഗ് ഇൻസൈഡ്. ഓക്കെ, റൈറ്റ് ലെഗ് ഇൻസൈഡ് ആൻഡ് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക ബോഡി. ദെൻ സ്ട്രെയിറ്റ്. ദെൻ 1 2 3 4. 4 കണ്ടോ? എന്താണ്? ഇൻവേർട്സ് ആണ്, പക്ഷെ ലെഫ്റ്റിലേക്കാണ് ബോഡി ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെഗും ഹാൻഡും ഒരുമിച്ച് വരുമ്പോൾ 1 2 3 4. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യം മുതൽ 5 6 7 ഗോ. 1 2 3 4 5 6 7 8 1 2 3 4. ഓക്കെ, ദെൻ ലെഗ് ഇല്ല, ഹാൻഡ് മാത്രം ക്രോസ് ചെയ്യുക. ഓക്കെ, എങ്ങനെയാ ക്രോസ് ചെയ്യുക? റൈറ്റ് ഹാൻഡ് ജസ്റ്റ് ബാക്ക്, ലെഫ്റ്റ് ഹാൻഡ് ഫ്രണ്ടിൽ ക്രോസ് ചെയ്യുക. ദെൻ നേരെ വരിക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 2 ജമ്പ് ബാക്കിലേക്ക്. 1 2. ഓക്കെ, അതായത് ക്രോസ്, സ്ട്രെയിറ്റ്, ജമ്പ്, ബാക്ക്വേർഡ്സ്. ഓക്കെ, യെസ്. ഒന്നുകൂടെ നോക്കാം. 5 6 7 go. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഷോർട്സ് ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ ഈ ട്യൂട്ടോറിയൽ നോക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ 2 ജമ്പ് കഴിഞ്ഞു. ഇനി ജമ്പ് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് നോക്കിക്കോ. ഫസ്റ്റ് ലെഫ്റ്റ് ടാപ്പ് ആൻഡ് റൈറ്റ് ലെഗ് അപ്പ്. ഓക്കെ, അതായത് 1 2 3 4. നോക്കിക്കോ. 1 2 3 4. ഓക്കെ, 1 2 3 4. ഓക്കെ, യെസ്. ജസ്റ്റ് ടാപ്പ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യുക. ദെൻ ഡൗൺ, ടാപ്പ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇത് ജസ്റ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് ഡൗൺ ആൻഡ് റൈറ്റ് ഹാൻഡ് അപ്പ്. ഓക്കെ, അപ്പ്. അതായത് 5 6 7 go. 1 2 3 4. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ചെസ്റ്റ് മൂവ്മെൻറ്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് 1 2 3 4. ഓക്കെ, നേരത്തെ ഞാൻ ലെഗാണ് കാണിച്ചു തന്നത്. ഇപ്പോൾ ചെസ്റ്റും കൂടെ വരുമ്പോൾ 1 2 3 4. ചെസ്റ്റും കൂടെ ഹിറ്റ് ചെയ്യുക. 5 6 7 go. 1 2 3 4. ഓക്കെ, ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി കൊടുക്കുക. അപ്പോൾ ആ സ്റ്റെപ്പ് മനസ്സിലായല്ലോ? ഇറ്റ്സ് ലൈക്ക് 1 2 3 4. ഓക്കെ, 1 2 3 4 ലിഫ്റ്റ് ചെയ്യുമ്പോൾ ചെസ്റ്റും കൊണ്ട് ഹിറ്റ് ചെയ്യുക ലെഫ്റ്റ് സൈഡിലേക്ക്. ഓക്കെ, അപ്പോൾ അത്ര ഒന്ന് ചെയ്ത് നോക്കാം. 5 6 7 go. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4. ഓക്കെ, 1 2 3 4. ഓക്കെ, കിടി. ദെൻ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് ലെഗ് വൈഡ് ചെയ്യുക. അതായത് റൈറ്റ് ലെഗ് വൈഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുത്തിട്ട് ഹിറ്റ് തന്നെ ചെസ്റ്റ്. 1 2. ഓക്കെ, ഡൗണിലേക്ക് 1 2. ഓക്കെ, സോ ആ സമയത്ത് ഹാൻഡ് മൂവ്മെൻറ്റ് ലൈക്ക് റൈറ്റ് ഹാൻഡ് 1 2 ഡൗൺ അപ്പ് ഡൗൺ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ചെസ്റ്റും ഹിറ്റ് ചെയ്യാം. ഓക്കെ, 5 6 7 go. 1 2 3 4. ഓക്കെ, 3 4 5 6 7 go. 1 2 3 4. ഓക്കെ, ദെൻ ഈ റൈറ്റ് ലെഗ് നമ്മൾ വൈഡ് ചെയ്ത് റൈറ്റ് ലെഗ് ജോയിൻ ചെയ്യുക. Okay, it's like slide and join, and when you join, hand just round. Okay, 1 2 3. Okay, 5 6 7 go. 1 2 3. Okay, wide ചെയ്ത് ഹിറ്റ് കഴിഞ്ഞിട്ട് 1 2 3. ഓക്കെ, അപ്പോൾ ഞാൻ ആ 3 സ്റ്റെപ്പ് ഒരുമിച്ച് കാണിച്ചു തരാം. 5 6 7 go. 1 and 2 and 3 and. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം ഇനി സ്റ്റെപ്പ് 1 2 3. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 1 2 3 1 2 3. ഓക്കെ, അതായത് ഹിപ്പ് മൂവ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അതായത് 1 2 3. ഓക്കെ, 5 6 7 go. 1 2 3. Right and right, left and left, right and right. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് പ്യോർലി കുറച്ച് ഹിപ്പ് മൂവ്മെൻറ്റ്സ് ആണ്. ബേസിക്കലി ഇതൊരു ഹിപ്പ് ആൻഡ് ചെസ്റ്റ് മൂവ്മെൻറ്റ്സ് ആണ് മുഴുവനായിട്ടും വന്നേക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ഒരു കൊറിയോ പഠിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? 5 6 7 go. 1 and 2 and
3 and 4 and 5 and 5 and അതായത് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, അത് 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം അഗെയിൻ ജമ്പാണ്. നമ്മൾ നേരത്തെ എടുത്തില്ലേ ഈ ജമ്പ് പോലെ, അതുപോലെ തന്നെ ബാക്കിലേക്ക് ജമ്പാണ്. ചെറിയ ഡിഫറൻസസ് ലൈക്ക് ഡോപ്പാമിൻ ഒരു ലൈക്ക് റൈറ്റ് ഹാൻഡ് വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോസിൻ്റെ താഴെ ചെയ്യാം. ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് യു ക്യാൻ കീപ് ഇറ്റ് ഹിയർ. ഓക്കെ, യെസ് 5 6 7 ഗോ 1 2. ഓക്കെ, അപ്പോൾ ആ ജമ്പ് വരെ കിട്ടി. അപ്പം നമുക്ക് ഇത്ര ഒന്ന് ചെയ്ത് നോക്കിയാലോ. യെസ് 5 6 7 go na 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 na. ഓക്കെ, യെസ്. അപ്പം അത്രയും കിട്ടിയല്ലോ. ഇവിടെ വരെ ആ ഡോപ്പാമൈൻ വരെ കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ലൈക്ക് നമ്മുടെ ഹിപ്പ് മൂവ്മെൻറ്റ് തന്നെയാണ്. അതായത് 1 2 3 4. Okay, 1 2 3 4. That is rotate with your hip. Okay, അപ്പോൾ അതിൻ്റെ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ പിടിക്കാം അല്ലേ. 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ കൈ നേരെ പിടിക്കുക. ഒരെണ്ണം റൈറ്റ് ഹാൻഡ് നമ്മുടെ ഇയറിൽ, റൈറ്റ് ഇയറിൽ. ഓക്കെ, 5 6 7 ഗോ 1. ഓക്കെ, 1 2 3 4 5. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് താഴെ, റൈറ്റ് ഹാൻഡ് നമ്മുടെ എൽബോൻ്റെ ഇവിടെ. ഓക്കെ, എന്നിട്ട് 1 ഇൻ ഔട്ട് ഇൻ ഔട്ട്. ഓക്കെ, ആദ്യം ലെഫ്റ്റ് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്യുക, ഔട്ട്, ദെൻ റൈറ്റ് സൈഡിലേക്ക് ടിൽറ്റ് ചെയ്യുക ആൻഡ് ഇൻ ഔട്ട്. ഓക്കെ, യെസ് 5 6 7 ഗോ 1 2 3 4 5 6 7 8. ആൻഡ് യു ക്യാൻ എൻഡ് വിത്ത് ദ സോങ് ലൈക്ക് ചെറിയൊരു ഹിപ്പ് മൂവ്മെൻറ്റ് കൊടുത്തിട്ട് ആ റീല് എൻഡ് ചെയ്യാം. ഓക്കെ, സോ അവസാനം ആ ഒരു ഹിപ്പ് മൂവ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു റീലാണ്. പക്ഷെ കുറച്ച് കൺഫ്യൂസ് ചെയ്യാൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിപ്പ് മൂവ്മെൻറ്റ്സും ചെസ്റ്റ് മൂവ്മെൻറ്റ്സും ഒരുപാട് വരുന്നത് കൊണ്ടാണ്. പക്ഷെ കൺഫ്യൂഷൻ ഒരു ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ സെറ്റാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം മുതൽ ഇത്രയും വരെ ഒന്ന് സോങ്ങിൽ ചെയ്ത് നോക്കിയാലോ. दी ठक 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 देवे डोपामीन पामीन हल्का जा सानू तेरा टच दे. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി അടുത്തത് ഏത് സോങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഐ ഹാവ് എ പ്ലാൻ ടു സ്റ്റാർട്ട് എ വെബ്സൈറ്റ് ഫോർ യു. ലൈക്ക് ഒരുപാട് ട്യൂട്ടോറിയൽസ് കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, കാണുമ്പോൾ പറയാറുണ്ട്, ചെയ്ത് നോക്കാറുണ്ട്. അത് കണ്ടിട്ടാണ് സ്കൂളിലും ഇവൻറ്റ്സിനും ഒക്കെ കളിക്കണമെന്ന് പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. സോ ഞാനൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ലൈക്ക് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ, ഇപ്പോൾ നമ്മളൊരു കുഞ്ഞു കുഞ്ഞു റീലിലേക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർഫോമൻസ് ഒക്കെ ആകുമ്പോൾ, അതായത് ഒരു 5 minutes പെർഫോമൻസ്, അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 minutes പെർഫോമൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൻ്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളുടെ അടുത്ത് എന്തായാലും പറയാം. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഒരു 2 minutes 5 minutes ഒക്കെ വരുമ്പോൾ ഒരുപാട് ലെങ്തി വീഡിയോ ആയിരിക്കും. ആൻഡ് അത് മാത്രമല്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലാതെ സോങ്ങിൻ്റെ കൂടെ തന്നെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റും, പഠിപ്പിക്കാനും പറ്റും. അപ്പോൾ എനിക്കും അത് കുറച്ചുകൂടെ കൺവീനിയൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം സെറ്റായതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഏതൊക്കെ വീഡിയോസൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് ഏത് ട്യൂട്ടോറിയലിൻ്റെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു കമൻറ്റ് ഗൈസ് ആൻഡ് ഓൾസോ ഗീവ് യുവർ സജഷൻസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാ ചാ.